അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. അല്പസമയം ഇരിക്കുക. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ക്രിസ്തു നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് ഡിനേ യുവർസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് യുവർ ക്രോസ്. നിങ്ങളെ തന്നെ ശൂന്യരാക്കി കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അതാണ് ഈശോയുടെ ശിഷ്യനായി തീരുവാനായിട്ടുള്ള മാർഗമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെ പഴിച്ചിട്ട് കാര്യമില്ല. കാരണം അവൻ എല്ലാം പറഞ്ഞതിന് ശേഷമാണ് നിന്നെ കൂടെ കൂട്ടിയത്. കാരണം കുരിശ് ജീവിതത്തിൽ ഉണ്ടാവുമെന്ന്. കുരിശ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു തീരുമാനം, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു വയ്ക്കുന്നു. പക്ഷേ ദൈവം മറ്റൊന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിന് സമ്മാനിക്കുന്നു. ഇതാണ് കുരിശെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശുകളെ തിരിച്ചറിയുവാനായിട്ട് എളുപ്പമാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ബോധപൂർവം ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ കുരിശ് എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ സഹിക്കുന്ന രോഗിയായ ഒരു ഭാര്യയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവുണ്ടെങ്കിൽ, അയാളെ പതിയെ ഒന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മോശം രീതിയിലൂടെ പോകുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാളെ നൈസായിട്ട് ഒഴിവാക്കി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. ഒരു ഡിവോഴ്സ് മതി, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിത സമർപ്പണത്തിൽ നിന്ന് മാറി നടന്നാൽ മതി. അപ്പോൾ എന്താണോ ഞാൻ സഹിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതാണ് എൻ്റെ കുരിശ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ശിരസിലോ അല്ലെങ്കിൽ തോളിലോ ഏറ്റ് നടക്കുവാനായിട്ട് ക്രിസ്തു നിന്നെ ക്ഷണിക്കുകയാണ്. കാരണം കുരിശിൻ്റെ വഴിയിൽ അവൻ ഒരു കാര്യം മാത്രം നമ്മളോട് പറയുന്നുണ്ട്: ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വരെയും, അവസാനം വരെയും. അവൻ്റെ പിന്നാലെ കൂടുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ വിശുദ്ധ ബലിയിൽ അൾത്താരയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുരിശുകളും അത്ര എളുപ്പമല്ല, പക്ഷേ എല്ലാ കുരിശുകളുടെയും കൂടെ ക്രിസ്തു ഉണ്ട് എന്ന ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദ്വീപിലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഫിലീസ് ആൻ്റണി തോട്ടത്തുശ്ശേരി, എലിസബത്ത് ജോസഫ് വർവീലി പറമ്പിൽ, ജോൺ പൗളീന നെടുന്തളി, സൂസൻ ക്ലീറ്റസ് പുത്തമ്പറമ്പിൽ, ആൻ്റണി എൽസി താമരപ്പറമ്പ് എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് വിശുദ്ധ ബലി തുടരാം. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പ്രേരണയാൽ ഞങ്ങളുടെ പ്രവൃത്തികൾ സമാരംഭിക്കുന്നതിനും അങ്ങേ സഹായത്താൽ പൂർത്തീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും അങ്ങിൽ ആരംഭിക്കുവാനും അങ്ങയിൽ ആരംഭിച്ചവ അങ്ങ് വഴി പൂർത്തീകരിക്കുവാനും അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ആവർത്തന പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മൂശ ജനങ്ങളോട് പറഞ്ഞു, ഇതാ ഇന്നു ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും നാശവും സ്ഥാപിച്ചിരിക്കുന്നു. ഇന്നു ഞാൻ നിനക്ക് നൽകുന്നതും നിന്റെ ദൈവമായ കർത്താവിൻ്റേതുമായ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും വിധികളും അനുസരിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ ജീവിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വഴിതെറ്റിപ്പോകുകയും അബദ്ധാതീതനായി നീ അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുകയാൽ നീ നശിക്കുമെന്നും ജോർദാൻ കടന്ന് നീ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് കുറച്ചുകാലം മാത്രമേ വസിക്കുകയുള്ളൂ എന്നും ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുന്നിൽ ഞാനിന്ന് വച്ചിട്ടുണ്ടെന്നുള്ളതിന് ആകാശവും ഭൂമിയും സാക്ഷിയാണ്. ആകയാൽ നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുക്കുക. നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് ശപഥപൂർവം കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ദേശത്ത് നീ വസിക്കേണ്ടതിന് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക. കാരണം അവിടുന്ന് തന്നെയാണ് നിന്റെ ആയുർദൈർഘ്യവും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. ഭാഗ്യവാനാണ്. ദുഷ്ടന്മാരുടെ ആലോചന പിഞ്ചല്ലാതെ, പാപികളുടെ വഴിയിൽ പ്രവേശിക്കാതെ, പരിഹാസകരുടെ സംഘത്തിൽ ചേരാതെ, കർത്താവിൻ്റെ നിയമങ്ങളിൽ ആനന്ദം കൊണ്ടു രാവും പകലും അവിടുത്തെ നിയമങ്ങളെ ധ്യാനിച്ചിരിക്കുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. ഭാഗ്യവാനാണ്. അവൻ ആറ്റിനരികെ നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം നൽകുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം ശുഭമാകുകയും ചെയ്യും. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. ഭാഗ്യവാനാണ്. ദുഷ്ടന്മാർ ഇപ്രകാരമല്ല തന്നെ. അവർ കാറ്റത്ത് പറക്കുന്ന പതിര് പോലെയാണത്രേ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം കാത്തുകൊണ്ടിരിക്കുന്നു, ദുഷ്ടന്മാരുടെ വഴി നാശകരമാക്കുന്നു. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. ഭാഗ്യവാനാണ്. ഇന്ന് നിങ്ങൾ എൻ്റെ ഹൃദയം കഠിനമാക്കാതെ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവിൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും
ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം കുറവുകളില്ലാതെയെന്നും കാക്കുന്ന ദൈവമേ, കാഴ്ചയുമായി ഞങ്ങൾ വന്നിടുന്നു. കനിവോടേകിയ ദാനമെല്ലാം അങ്ങേ കാൽത്താരിലർപ്പണം ചെയ്തിടുന്നു. കുറവുകളില്ലാതെന്നും കാക്കുന്ന ദൈവമേ, കാഴ്ചയുമായി ഞങ്ങൾ വന്നിടുന്നു. കനിവോടേകിയ ദാനമെല്ലാം അങ്ങേ കാൽത്താരിലർപ്പണം ചെയ്തിടുന്നു. ചിന്തകളും എല്ലാ ചെയ്തികളും ചിരകാലമായുള്ള മോഹങ്ങളും, ചിന്തകളും എല്ലാ ചെയ്തികളും ചിരകാലമായുള്ള മോഹങ്ങളും ചേർത്തു വച്ചുള്ളോരീ താലവുമായി ചാരേ വരുന്നിതാ കാഴ്ചയേകാൻ. സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, ഈ വിശുദ്ധ അൾത്താരയിൽ ഞങ്ങൾ നൈവേദിക്കുന്ന ബലിവസ്തുക്കൾ ദയാപൂർവം തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പാപമോചനം പ്രദാനം ചെയ്തുകൊണ്ട് അവ അങ്ങേ നാമത്തിൻ്റെ മഹത്വത്തിന് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ നിർമ്മല മാനസരായി ആഹ്ലാദപൂർവം ആണ്ടുതോറും പെസഹാ രഹസ്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ അങ്ങേ വിശ്വാസികളെ അങ്ങ് കനിവാർന്ന് അനുഗ്രഹിച്ചുവല്ലോ. അങ്ങനെ അവർ നവജന്മം പ്രാപിച്ച രഹസ്യങ്ങളിൽ കൂടെ പങ്കുചേർന്ന് ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നിർവഹിച്ചുകൊണ്ട് മക്കളുടെ കൃപാപൂർണിമയിലേക്ക് എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ മാലകമാരോടും പ്രധാന മാലകമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിലെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അബ്രാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
ദൈവം പരിശുദ്ധൻ, നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ.
ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും
ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവൻ്റെ മാർഗമല്ലോ. നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവൻ്റെ മാർഗമല്ലോ. നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിൻ്റേതായി മാറ്റിയിടുവാൻ. നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിൻ്റേതായി മാറ്റിയിടുവാൻ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, സ്വർഗീയ ദാനത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതെന്നും ഞങ്ങളുടെ പാപമോചനത്തിനും രക്ഷയ്ക്കും കാരണമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. അങ്ങേ ജനത്തിന് നിത്യജീവൻ്റെ മാർഗങ്ങൾ വെളിപ്പെടുത്തിയ സർവശക്തനായ പിതാവായ ദൈവമേ, അതേ മാർഗത്തിലൂടെ മങ്ങാത്ത പ്രകാശമായ അങ്ങയിൽ എത്തിച്ചേരുവാൻ
അങ്ങയുടെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിനു നന്ദി. സ്വർഗ കവാടം തുറക്കൂ, നാഥാ കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. കർത്താവേ ഗണ്യണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ ഗണ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ഫില്ലീസ് ആൻ്റണി തോട്ടത്തിശ്ശേരി, എലിസബത്ത് ജോസഫ് വറുവേലി പറമ്പിൽ, ജോൺ പൗളിനി നെടുന്തള്ളി, സൂസൻ ക്ലീറ്റസ് പുത്തമ്പറമ്പിൽ, ആൻ്റണി എൽസി താമരപർമ്മ എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധൻ്റെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യതേജസ് ഇവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നോമ്പുകാലം ഭക്തിപൂർണമാക്കുവാനായിട്ട് പരിശുദ്ധ മാർപ്പാപ്പ നൽകിയ 10 നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തേതാണ് നമ്മളിന്ന് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപേക്ഷിച്ച് അനുകമ്പയുള്ള വാക്കുകൾ മുറുകെ പിടിക്കുക, സംസാരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.